നമസ്കാരം. കേരളത്തിൽ ഒരു 6 മാസം മുമ്പ് കോളിളക്കം സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നു പന്തീരങ്കാവ് പീഡനം, രാഹുലിൻ്റെ പീഡനം. അതൊന്നും നമ്മൾ മലയാളികൾ മറന്നിട്ടില്ല. ഈ പീഡനത്തിന് ശേഷം രാഹുൽ മുങ്ങുകയും ഈ യുവതി ഹോസ്പിറ്റലിലാകുകയും പല പ്രശ്നങ്ങളുണ്ടാകുകയും പിന്നെ മൊഴി മാറ്റി പറയുകയും, അതായത് കൊച്ചച്ഛൻ പറഞ്ഞതിൻ്റെ പ്രകാരമാണ് ഇങ്ങനെ പറഞ്ഞതും പ്രകാരം രാഹുലിനോടൊത്ത് ജീവിക്കണമെന്ന് ഉള്ള ഒരാഗ്രഹം വരികയും അതിന് പ്രകാരം കോടതി കേസുമൊക്കെ നടക്കുമായിരുന്നു. 1.5 മാസം മുമ്പ് ഹൈക്കോടതിയിൽ നിന്ന് പോലും വിധിയുണ്ട് അവർ തുടർന്ന് ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. കേവലം 1.5 മാസം ആയിട്ടുള്ളൂ വീണ്ടും അടുത്ത പീഡനം രാഹുൽ നടത്തി. അതും ക്രൂരമായ, ഇത്രയും ഇവനൊരു മനുഷ്യനാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. പീഡിപ്പിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും വഴി ആംബുലൻസിൽ വെച്ച് ഒരു സ്ത്രീയെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കേരള സമൂഹം ഇതൊക്കെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ന്യൂസിൽ പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. എനിക്ക് അതായത് ഒരു 1.5 മാസത്തിന് മുമ്പാണ് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായത്. അവർ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ കോടതി അംഗീകരിക്കുകയും FIR റദ്ദ് ചെയ്യുകയും ചെയ്തു. അപ്പം ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കണമെങ്കിൽ ജീവിച്ചോട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ വേറെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഒന്നും പോയില്ല. അവരുടെ പാടായി അവർ ജീവിച്ചോട്ടെ, നന്നായിട്ട് ജീവിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിൽ. ഇത് ഏതൊരു അച്ഛനും അമ്മയും കേസും വഴക്കുമൊക്കെ ആയാലും ശരി, ഭർത്താവിനൊപ്പം അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും സ്വന്തം മകളോടുള്ള ഇഷ്ടത്തിനപ്പുറത്ത് അവരുടെ ഒരു ജീവിതം കണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ആ മാതാപിതാക്കൾ എടുത്തത്. ഇവർക്ക് ഈ ഒരു ബന്ധം ഉണ്ടായിക്കഴിയുമ്പോൾ തന്നെ പല പ്രശ്നങ്ങളും നമ്മളന്ന് കേട്ടതാണ്. ഇദ്ദേഹം ഒന്ന് ലിവിങ് ടുഗദർ രാഹുൽ ഒരു സ്ത്രീയുമായിട്ടുണ്ടായിരുന്നെന്നും അതുപോലെ തന്നെ അതിനുശേഷം ഒരു പെൺകുട്ടിയുമായി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണെന്നും ഈ അമ്മയുടെ നിർബന്ധപ്രകാരം അത് വേർപെടുത്തിയാണ് ഈ കുട്ടിയെ ഇങ്ങനെ ഉള്ള ഒരു ബന്ധത്തിൽ ഏർപ്പെടുന്നതൊക്കെ പറഞ്ഞ് വലിയ വിവാദമായൊരു പ്രശ്നങ്ങളായിരുന്നു. അന്ന് നമ്മളൊക്കെ വിചാരിച്ചു ഇത് വലിയൊരു രാഹുലിന് വലിയ ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ രാഹുലിന് കടുത്ത നടപടികൾ നേരിടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പൊടുന്നനെ ആ കുട്ടി എന്തോ ജീവിതം ഓർത്തിട്ടായിരിക്കണം അച്ഛനെയും അമ്മയെയും കൊച്ചച്ഛനെയും ഒക്കെ മറന്നുകൊണ്ട് രാഹുലിന് വേണ്ടി വീണ്ടും മൊഴി മാറ്റി പറഞ്ഞ ഒരു സംഭവം ഉണ്ടായി. പക്ഷേ ഇനിയും അത് ആവർത്തിക്കുമെന്ന് തോന്നുന്നില്ല. തോന്നിയാൽ പിന്നെ ഇനി ഒന്നും ഈ കേരള സമൂഹം എന്നല്ല, അച്ഛനും അമ്മയും പോലും ആ കുട്ടിയോടൊപ്പം നിൽക്കാൻ സാധ്യതയില്ല. ഇനി അത് മാറ്റാൻ സാധ്യതയില്ല. കാര്യം ഒരു ആംബുലൻസ് വെച്ച് പോലും അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് എങ്ങനെ ഇതൊക്കെ തോന്നുന്നു എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ത്രീധനത്തിന് വേണ്ടിയിട്ടും മറ്റ് സ്വർണത്തിനും ആഭരണത്തിനും വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന അമ്പലപ്പുഴയിൽ നടന്ന സംഭവങ്ങളൊക്കെ നമുക്ക് അതിന് ഉദാഹരണങ്ങളാണ്. പക്ഷെ ഇതൊരു പ്രത്യേക കേസാണ്. കോടതി അനുവദിച്ചിട്ട് ഇത്ര മാസങ്ങളെ ആവുന്നുള്ളൂ, 1.5 മാസമേ ആയിട്ടുള്ളൂ. അതിനോടകം തന്നെ രണ്ടാമതൊരു കാര്യത്തിലേക്ക് വരുമ്പം ഏത് രീതിയിൽ ഈ കേസ് പോകുമെന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഞാൻ മറ്റു രീതിയിലേക്കൊന്നും പോയില്ല. പക്ഷേ ഇന്നലെയാണ് വീണ്ടും ഇവിടെ നിന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിക്കുകയാണ്, ഇങ്ങനെ നിങ്ങളുടെ മകള് അവിടെ പരിക്ക് പറ്റിയ ആശുപത്രിയിലാണ്, പെട്ടെന്ന് എത്താൻ. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ ഇന്നലെ രാത്രി ഒരു 2 മണിക്ക് മുമ്പായിട്ട് ചെല്ലുന്നത്. ഏതൊരച്ഛനും അമ്മയും മകള് തള്ളി പറഞ്ഞാൽ പോലും ഇത്തരം ഒരു അടിയന്തര ഘട്ടത്തിൽ എല്ലാം മറന്ന് ചെല്ലും. ഇന്ന് സമൂഹത്തിൽ നമുക്കറിയാം, അച്ഛനെയും അമ്മയും എല്ലാം ഉപേക്ഷിച്ച് മക്കൾ കണ്ടവൻ്റെ കൂടെയൊക്കെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ. അതൊക്കെ നമുക്ക് ഒരു ഇപ്പം ഇത് കാണുന്നവർക്കെങ്കിലും ഒരു ഗുണപാഠമാകേണ്ടതാണ്. പക്ഷേ എന്ത് ഇത് വന്നാലും ശരി, അത് നമുക്കറിയാം. കഴിഞ്ഞ ഇതിലെ ബാലയുടെ കേസ്, എലിസബത്തിനെ ഇപ്പം അവരുടെ അച്ഛനും അമ്മയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മളൊരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഏത് പ്രശ്നങ്ങളെടുത്താലും അവസാനം അച്ഛനും അമ്മയുമാണ് ഈ പെൺകുട്ടികൾക്കെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയും ഈ ഒരു സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഇനിയും മൊഴിമാറ്റവും മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. ആരെയും അത്രയും വലിയൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പരിക്കൊക്കെ പറ്റി ഈ കുട്ടി കിടക്കുകയാണ്. മറ്റൊരു ചികിത്സയും നടത്തിയിട്ടില്ല. ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് അവളുടെ CT സ്കാൻ എടുത്തതും എക്സ്റേ എടുത്തതും ഇതെല്ലാം ചെയ്തു. ഇപ്പോൾ ഒരു 8:30 മണി, രാവിലെ 8:30 മണിക്ക് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു.
അതിനുശേഷം പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുകയാണ്. ഈ ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം രാഹുലിനെ ജർമ്മനിക്ക് പോയി അങ്ങനെയൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്, അറസ്റ്റ് പോലും നടന്നില്ല. ഈ പ്രാവശ്യം ഏതായാലും ശരി പോലീസിൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള നടപടികൾ ഇവിടുത്തെ ഈ നിയമവ്യവസ്ഥകൾ പോലും ഈ മാറ്റി എഴുതപ്പെടേണ്ടതാണ്. സ്ത്രീകൾക്ക് ഇന്ന് സമൂഹത്തിൽ നേരിടുന്ന ഈ സ്ത്രീധന പീഡനങ്ങൾ, അതുപോലെ അമ്മായിയമ്മ പോരിൽ നിന്ന് ഒക്കെയുള്ള പ്രശ്നങ്ങൾ, ഇതുപോലുള്ള ഈ ഗാർഹികമായ പ്രശ്നങ്ങൾക്ക് നിയമം പോലും ഒരുപക്ഷെ മാറ്റി എഴുതപ്പെട്ടേക്കാം. ഈ കേസിലും അമ്മായിയമ്മ ഒരു വലിയ താരമാണ്. അമ്മായിയമ്മയുടെ ക്രൂര പീഡനങ്ങൾ ആ വീട്ടിൽ നടന്നിട്ടുണ്ടെന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവന് ഒരു ഇതാണ് സൈക്കോ മോഡൽ, ഒരു അങ്ങനെയൊക്കെ നമുക്ക് തോന്നിക്കുന്നത്. ഒരു കാരണവും വേണ്ട ഇത്തരത്തിൽ ക്രൂരമായിട്ട്. അതായത് ഈ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ഒരു ഭയങ്കര പൊസസീവ്നെസ് ഈ രാഹുലുണ്ടായിരുന്നു. എന്ത് കാര്യത്തിനും ഈ കുട്ടി അടുത്ത് വേണമെന്നും ഭക്ഷണം കഴിക്കണമെങ്കിലും ഡ്രസ്സ് ഇടണമെങ്കിലും എല്ലാത്തിനും ഭയങ്കര പൊസസീവ് ആയിട്ടാണ് ഒരു സൈക്കോ ആണെന്ന് ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് വളരെ സത്യമായിരിക്കാം. അങ്ങനൊരു പശ്ചാത്തലം കാണുന്നുണ്ട് ഇതിനകത്തിൽ, നമുക്കത് നിഷേധിക്കാൻ പറ്റത്തില്ല. പക്ഷേ അന്നൊരു കേസ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് രണ്ടാമത് ഉണ്ടായിരിക്കാൻ അവരുടെ വീട്ടുകാർ ഇത്രയും കേരളത്തിൽ ന്യൂസിലൊക്കെ ഇടം പിടിച്ച ഒരു കയറിയ ഒരു വാർത്തയായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടുകാർ, ഈ അമ്മായിയമ്മയും അച്ഛൻ, അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ചേർന്ന് രാഹുലിനെ ഇവർക്കൊക്കെ ഒരു കൗൺസിലിംഗ് കൊടുത്ത് ഈ കുടുംബ ബന്ധം രണ്ടാമതും ഈ ഒരു തരത്തിലേക്ക് വിടാതിരിക്കാൻ അവർ ശ്രദ്ധിക്കേണ്ടായിരുന്നു. അപ്പോൾ അവിടെയും പാളിച്ച ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആക്രമിച്ചിട്ട് ആംബുലൻസിൽ കൊണ്ടുപോയിരുന്നു. അപ്പൊ ആംബുലൻസിൽ കിടത്തി ഇങ്ങനെ ബെൽറ്റിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണല്ലോ. അത്തരം ഒരാളെ ആംബുലൻസിൽ വെച്ച് പോലും മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ശവത്തിന്മേൽ കുത്തുന്നത് പോലെയല്ലേ ഇത്? ആരെങ്കിലും ചെയ്യുന്ന പണിയാണ്. ഇനി ഈ കുട്ടി രാഹുലിനൊപ്പം പോയാൽ ഇനിയും അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഈ ആംബുലൻസിൽ വെച്ചൊക്കെ ഒരു അടിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ അച്ഛൻ പറഞ്ഞ ശവത്തെ കുത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ജനത്തിൻ്റെ മുന്നിലോട്ടൊക്കെ ഇത് കേസുകെട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ അവർ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഇപ്പം എന്ത് രീതിയിലായിരിക്കും അവർ കൈകാര്യം ചെയ്യുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ. പോലീസ് സ്റ്റേഷനും നിയമമൊക്കെ രണ്ടാമത് വരുന്ന കാര്യങ്ങളാണ്. നിയമം അവർ കയ്യിലെടുക്കുന്ന പല കേസുകെട്ടും നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ കാണാം. പക്ഷേ ഇവിടെ നമ്മളെപ്പോഴും നിയമത്തിനെ അനുസരിച്ചും ഒക്കെ പോകുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കാം കുറച്ച് എല്ലാ കാര്യങ്ങളും ആ രീതിയിൽ പോകുന്നത്. അപ്പം ഇനി എൻ്റെ മകളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. അവൾ ഒരിക്കൽ പോലും ഇവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല, അവൾ തയ്യാറുമില്ല. ഇനി അവളുടെ സർട്ടിഫിക്കറ്റുകളും ഡ്രസ്സും ഒക്കെ എടുക്കാനായിട്ട് ഞങ്ങളിപ്പോൾ പോലീസ് ഉപയോഗിച്ച് ഇവിടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇതാണ് എനിക്കിതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് ചോദിച്ചോട്ടെ. ഇന്നലെ ഇപ്പോൾ ഈ മകൾ താങ്കളെയോ അല്ലെങ്കിൽ അമ്മയോ മറ്റോ കുട്ടിയുടെ അമ്മയോ മറ്റോ വിളിക്കുകയുണ്ടായോ, അതോ നേരിട്ട് ഈ അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് പറയുമ്പോഴാണ് നിങ്ങൾ ഈ വിളിക്കുന്ന കാര്യം പറഞ്ഞ ശേഷം ഈ ഓണത്തിൻ്റെ ആ സമയത്ത് അമ്മയെ എങ്ങനെയോ ഒന്ന് വിളിച്ചിട്ടുണ്ട്. കാര്യം ഇവനൊരു സൈക്കോ ആണെന്നതിൻ്റെ തെളിവാണ് ഇവിടെ ഫോൺ പോലും തല്ലി പൊട്ടിച്ച് കളയുക. അവൾ ഒരു കാരണവശാലും ആരെയും ബന്ധപ്പെടരുത് എന്നൊരു രീതിയിലുള്ള ഒരു ഫുൾ സൈക്കോ ആണ് ആൾ. ഈ സംഭവം അറിയുന്നത് എൻ്റെ മകളുടെ മൊബൈല് ഇവൻ്റെ കസ്റ്റഡിയിലാണ്. ഇന്നലെ രാത്രി അത് തകർത്ത് കളയുകയും ചെയ്തു. കമ്പനി വാങ്ങിച്ചു കൊടുത്ത മൊബൈലാണ്. അവനത് പൊട്ടിച്ച് തകർത്ത് കളഞ്ഞു. പിന്നെ എങ്ങനെയാണ് എൻ്റെ മകൾ, അല്ലെങ്കിൽ എൻ്റെ മകളെ വിളിക്കാറില്ല. അതായത് ഈ ഒക്ടോബർ 25 ഈ കേസ് കോടതി അവസാനിപ്പിക്കുകയും രാഹുലിന്റെ വീട്ടിലേക്ക് ഇരുവരും പോയ ശേഷം ഈ ഒരു മാസമായി, ഇന്നലെ ഇപ്പോൾ 25 ഇന്ന് 26, ഒരു മാസമായിട്ടും കുടുംബവുമായി ഒരു ബന്ധവും ഈ പെൺകുട്ടിക്കില്ല, നിങ്ങളെ വിളിക്കാറുമില്ല? ഇല്ല. അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓണത്തിന്റെ അത് അങ്ങനെയൊക്കെയുള്ള അതിൽ എങ്ങനെയോ വിളിച്ചതാണ് അമ്മയെ മാത്രം, പിന്നെ വിളിച്ചിട്ടില്ല. അവിടെ ഈ ഒരു മാസത്തിനിടയ്ക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായോ മറ്റോ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു? അതോ ഇതാദ്യത്തെ സംഭവമാണോ? ഏതായാലും ശരി, പ്രമാദമായ ഈ ഒരു കേസിൻ്റെ ഏതൊക്കെ നടപടികൾ, അതായത് നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ പോലീസിൻ്റെ നീക്കം. ഇതിൽ നിന്ന് ഒരു പിന്മാറ്റം ആ കുട്ടിക്ക് ഉണ്ടാകില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇതിന് കടുത്ത ശിക്ഷ കൊടുത്തുകൊണ്ട്
സമൂഹത്തിൽ ഇത്തരം നിത്യേന നടക്കുന്ന നിരവധി കേസുകൾക്ക് ഇതുപോലുള്ള കേസുകൾ വരുന്നത് കൊണ്ട് മറ്റ് ആൾക്കാർക്കെങ്കിലും ഇതിൽ നിന്നെങ്കിലും കുറച്ചെങ്കിലും ഒരു പിന്മാറ്റമോ അല്ലെങ്കിൽ ഇതൊരു ഗുണപാഠമോ ആക്കുകയാണെങ്കിൽ നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.